ഇന്ത്യയുടെ ലോക കിരീട നേട്ടങ്ങളിലെല്ലാം അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു പ്രത്യേകതയുണ്ട്. വിശ്വകിരീടം ഉയർത്തിയ കാലത്തെല്ലാം ടീമിനോടൊപ്പം ഒരു മലയാളി സ്പർശമുണ്ടായിരുന്നു. നിർണായകമായ പല മത്സരങ്ങളിലും ആ മലയാളി കരങ്ങൾ ടീമിന് വിജയത്തിലേക്കുള്ള വഴിത്തിരിവായിട്ടുമുണ്ട്. ഇന്ത്യ മറ്റൊരു ലോകകപ്പിന് ഇറങ്ങുമ്പോൾ ഇക്കുറി സഞ്ജുവിന്റെ രൂപത്തിലാണ് ആ മലയാളി മാജിക്. കാണാം എക്സ്പ്ലെയിനർ. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു അലിഖിത നിയമമുണ്ട്. ഇന്ത്യ ലോകകപ്പ് ഉയർത്തണമെങ്കിൽ ടീമിൽ ഒരു മലയാളി വേണം. 1983 സുനിൽ വത്സൻ, 2007 11 ശ്രീശാന്ത്, 2024 സഞ്ജു സാംസൺ. എന്നാൽ ഇത്തവണത്തെ കണക്കുകൾ പറയുന്നത് 2026 സഞ്ജു വെറുമൊരു ഭാഗ്യതാരം മാത്രമല്ല, ഇന്ത്യയുടെ വിജയശില്പി തന്നെയാകുമെന്നാണ്. കഥ തുടങ്ങുന്നത് 1983 ലോർഡ്സിന്റെ ബാൽക്കണിയിൽ കപിൽ ദേവ് ലോക കിരീടം ഉയർത്തുമ്പോൾ ആ 15-അംഗ ടീമിൽ ഏക മലയാളി സാന്നിധ്യമായിരുന്നു സുനിൽ വത്സൻ. ആ ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും ഇന്ത്യയുടെ ആദ്യ വിശ്വവിജയത്തിൽ പങ്കാളിയായ ആദ്യ മലയാളി എന്ന റെക്കോർഡ് ഇടംകയ്യൻ പേസർക്ക് സ്വന്തം. പിന്നീട് 24 വർഷത്തെ കാത്തിരിപ്പ്. 2007 പ്രഥമ T20 ലോകകപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ ജയിക്കുമ്പോൾ ഇന്ത്യയുടെ വിജയശില്പികളിൽ ഒരാൾ എസ് ശ്രീശാന്ത് ആയിരുന്നു. ടൂർണമെന്റിൽ 6 വിക്കറ്റുകൾ വീഴ്ത്തിയ ശ്രീശാന്ത് ഫൈനലിലെ മിസ്ബാഉൽ ഹക്കിന്റെ നിർണായകമായ ക്യാച്ചിലൂടെ ചരിത്രത്തിന്റെ ഭാഗമായി. 2011 ഏകദിന ലോകകപ്പിലും ഫൈനലിൽ പന്തെറിഞ്ഞ ശ്രീശാന്ത് 2 ലോകകപ്പ് ഫൈനലുകൾ കളിച്ച ഏക മലയാളി എന്ന അപൂർവ നേട്ടം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. 2024 ഇന്ത്യ വീണ്ടും T20 ലോകകപ്പിൽ മുത്തമിട്ടപ്പോൾ ആ ഭാഗ്യം ആവർത്തിച്ചു. വിക്കറ്റ് കീപ്പർ ബാറ്ററായി ടീമിലുണ്ടായിരുന്ന സഞ്ജു സാംസൺ സുനിൽ വത്സനെ പോലെ കളിക്കളത്തിൽ ഇറങ്ങിയില്ലെങ്കിലും ടീമിന് ഭാഗ്യം കൊണ്ടുവന്നു. എന്നാൽ 2026 എത്തുമ്പോൾ സഞ്ജു വെറുമൊരു ഭാഗ്യതാരം മാത്രമല്ല, സൂര്യകുമാർ യാദവിനും ഹാർദിക് പാണ്ഡ്യയ്ക്കുമൊപ്പം ടീമിന്റെ നെടും തൂണാണ്. വെസ്റ്റ് ഇൻഡീസിനെ പഞ്ഞിക്കിട്ട 97 ഇംഗ്ലണ്ടിന്റെ നെഞ്ചു തകർത്ത 89 സഞ്ജുവിനെ ടീം ഇന്ത്യയുടെ പുതിയ രാജകുമാരനാക്കി മാറ്റിയിരിക്കുന്നു. ഭാഗ്യവും ഫോമും ഒത്തുചേർന്ന 2026 സെമിയിൽ ഇംഗ്ലണ്ടിനെ തകർത്ത അതേ ആവേശത്തിൽ സഞ്ജു ഫൈനലിലും ബാറ്റ് വീശുമ്പോൾ ഇന്ത്യ വീണ്ടും മലയാളി കരുത്തിൽ ലോകത്തിന്റെ നെറുകയിലെത്തുന്നത് കാണാൻ നമുക്ക് കാത്തിരിക്കാം.